ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗവിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേരം സർവലോകൈകനാഥം. ഓ നമോ ഭഗവതേ വാസുദേവായ, നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ ബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ ദേവകിക്ക് അഷ്ടപുത്രന്മാരുടെ പുനർലപ്തിയാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. ദേവകിയുടെ ആഗ്രഹമനുസരിച്ചുകൊണ്ട് ബലരാമനും കൃഷ്ണനും ചേർന്ന് ആ 6 പുത്രന്മാരെയും സുതലത്തിൽ നിന്ന് വീണ്ടെടുത്തു കൊണ്ടുവന്നു. പിതാവായ വസുദേവർക്കും മാതാവായ ദേവകിക്കും സാദര പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അതിനുശേഷം ഈ ശിശുക്കളെല്ലാം 6 പേരെയും ഇവർക്ക് ദർശനം കൊടുക്കുക മാത്രമേ ഉണ്ടായുള്ളൂ. അവരെ പ്രണമിച്ചു. അതിനുശേഷം ആ ശിശുക്കളെല്ലാം അവരുടെ സ്വർലോകത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. അവർ പിരിഞ്ഞപ്പോൾ തൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്ന കുട്ടികൾ വീണ്ടും സ്വർഗത്തിലേക്ക് മാറ്റപ്പെട്ടത് കണ്ട് ദേവകി അത്ഭുതസപ്തയായി തീർന്നു. കൃഷ്ണന്റെ ശക്തി മൂലം സങ്കല്പാതീതമായിരിക്കുന്ന അത്ഭുതങ്ങൾ എന്തും സാധിക്കാവുന്ന അദ്ദേഹത്തിൻ്റെ ലീലകൾ എന്ന് വിചാരിക്കാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞുള്ളൂ. ഭഗവാൻ ഭാവനാതീതവും സീമാതീതവുമായിട്ടുള്ള ശക്തികളെ അംഗീകരിക്കാതെ ഭഗവാൻ കൃഷ്ണൻ പരമാത്മാവാണെന്ന് മനസ്സിലാക്കാനാവുകയില്ല. തൻ്റെ അപരിമേതമായിരിക്കുന്ന ശക്തി കൊണ്ട് അദ്ദേഹം എണ്ണമറ്റ ലീലകളാടുന്നു. ആർക്കും അവ പൂർണ്ണമായിട്ട് വിവരിക്കാനോ മനസ്സിലാക്കാനോ ആവുന്നതല്ല. ശുഗമഹർഷിയുടെ നേതൃത്വത്തിലുള്ള നൈമിഷാരണത്തിലെ മഹർഷിമാരുടെ മുമ്പിൽ ശ്രീമദ് ഭാഗവതം അവതരിപ്പിക്കുന്ന ശുഗദേവ മഹർഷി ഇതുമായിട്ട് ബന്ധപ്പെട്ട് തൻ്റെ തീരുമാനം ഇപ്രകാരം അറിയിച്ചു. മഹർഷിമാരെ, ഭഗവാൻ കൃഷ്ണന്റെ അതീന്ദ്രിയ ലീലകളെല്ലാം സനാതനമാണ്. അവയൊന്നും കേവലം ചരിത്ര സംഭവങ്ങളുടെ പ്രതിപാദനം അല്ല. ഇത്തരം ലീലാവിലാസങ്ങളെക്കുറിച്ച് കേൾക്കുന്ന ഏതൊരാളും ഐഹിക ജീവിതത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് തൽക്ഷണം മുക്തനായിത്തീരും. ഭക്തന്മാർക്ക് ഈ കഥകൾ ശ്രോതാ അമൃതമാണ്. വസുദേവന്റെ സമുന്നത പുത്രനായ ശുകദേവ സ്വാമിയാണ് ഈ കഥകൾ വിവരിച്ചത്. ഇവ കേൾക്കുന്നവരും മറ്റുള്ളവർക്കും കേൾക്കാനായിക്കൊണ്ട് ഇവ പറയുന്നവരും കൃഷ്ണ അവബോധമുള്ളവരായിത്തീരും. കൃഷ്ണ അവബോധമുള്ളവർക്ക് മാത്രമേ സ്വഗ്രഹത്തിലേക്ക് അഥവാ ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോകാൻ യോഗ്യരായിത്തീരുകയുള്ളൂ. അപ്പോൾ ഭഗവാന്റെ അതീന്ദ്രിയമായ ആ ലീലകളെപ്പറ്റി ഭഗവാൻ ജനിച്ചിട്ട് ആ ശരീരം ത്യജിക്കുന്നത് വരെ ചെയ്തിട്ടുള്ള കർമ്മങ്ങളും അതിൻ്റെ രഹസ്യങ്ങളും താത്വികമായിട്ട് അറിയണമെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ആ താത്വികത എന്തെന്ന് മനസ്സിലാക്കാൻ ഭഗവാന്റെ ലീലകളെ സാധാരണ നിലയിലുള്ളവർക്ക് സാധിക്കില്ല. അതിന് ലേശം അതീന്ദ്രിയ ജ്ഞാനം കൂടെ വേണം. അല്ലാത്തിടത്തോളം കാലം ഒരിക്കലും സാധാരണ മനുഷ്യ ശരീരം എടുത്തു വന്ന ഒരു ശിശു മുതൽ വാർദ്ധക്യം വരെയുള്ള ഇല്ലെങ്കിൽ 125 വയസ്സ് വരെ ജീവിച്ച് ചെയ്ത കർമ്മങ്ങളെപ്പറ്റി സാധാരണ മനുഷ്യൻ്റെ രീതിയിൽ നമ്മൾ ആ കാഴ്ചപ്പാടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ യഥാർത്ഥ രഹസ്യത്തെ മനസ്സിലാകില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് വസുദേവരോടും ദേവികയോടും തുടക്കം തന്നെ ഭഗവാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ 3 ജന്മങ്ങൾ നഷ്ടമാക്കി ഇത്തവണയെങ്കിലും നിങ്ങളെന്നെ പുത്രഭാവത്തിൽ കാണരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. എത്രയൊക്കെ ആയാലും മനുഷ്യജന്മം എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ എത്ര ജ്ഞാനിയായി മാറിയാലും വേണ്ടില്ല, നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പം ആത്മബന്ധം കൊണ്ടോ നക്ഷത്രബന്ധം കൊണ്ടോ രക്തബന്ധം കൊണ്ടോ ഉണ്ടാകുന്ന ബന്ധങ്ങൾ ബന്ധനങ്ങളായി തീരുകയും അതിൽ നിന്ന് ആദി ഭൗതിക ദുഃഖത്തിന് കാരണമാകുകയും ചെയ്യും. അതാണ് സംഘദോഷം സമ്പർക്കദോഷം. കർമ്മത്തിൽ ഈ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദോഷം സംഘദോഷവും സമ്പർക്കദോഷവും ഉണ്ടാകും. അതിൽ നിന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കോൺട്രിബ്യൂട്ടറി റെസ്പോൺസിബിലിറ്റിയുടെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. മനസ്സിലെ വിചാരങ്ങൾ പോലും നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അതിൻ്റെ ഗതിവിഗതികൾ ഉണ്ടാകുന്നു. മാത്രമല്ല നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളിലുണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങൾ വരെ അത് പ്രകടമായാലും പ്രകടമാക്കിയാലും ഇല്ലെങ്കിലും ഒക്കെ മനസ്സിൽ തോന്നുന്ന വികാരങ്ങൾ വരെ നമ്മുടെ അനന്തര ഗതിയെ തീരുമാനിക്കാൻ കഴിവുണ്ടെന്നർത്ഥം. അത്രമാത്രം രഹസ്യമാണ്.
അതുകൊണ്ടാണ് മനസ്സിൽ തോന്നിയ ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പം അതിലുണ്ടാകുന്ന കേവലം ദേവന്മാരായിരുന്ന ശിശുക്കൾ അല്ലെങ്കിൽ ആ ദേവഗണത്തിൽപ്പെട്ടവർ തന്നെ ബ്രഹ്മപ്രജാപതിയുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട്, ഇല്ലെങ്കിൽ ജീവിതചര്യ കണ്ടിട്ട്, ഇല്ലെങ്കിൽ അന്നേരം പർട്ടിക്കുലർ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ബ്രഹ്മാവിൻ്റെ പ്രവൃത്തി കണ്ടിട്ട് അത് ഇഷ്ടപ്പെടാതെ വരികയോ മനസ്സിൽ അഹിതമുണ്ടാകുകയോ മനസ്സിലെ വിചാരം കൊണ്ട് തന്നെ അവരുടെ ജന്മം 3 ജന്മങ്ങൾ നഷ്ടമായി എന്നർത്ഥം. 3 ജന്മങ്ങൾ വീണ്ടും ആസുരി ജന്മത്തിലേക്ക് പോകേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടോ പിന്നീട് ശ്രേഷ്ഠമായ വസുദേവരുടെയും ദേവകിയുടെ പുത്രന്മാരായിട്ട് ജനിച്ച ഉടനെ തന്നെ തൻ്റെ അമ്മാവൻ കൊല്ലാനിട വന്നു. ഇതൊക്കെ അതിൻ്റെ ഫലമാണ്. വെറുതെ ഒരു മനസ്സിലൊരു വിചാരം തോന്നിയുള്ളൂ. ബ്രഹ്മപ്രജാപതി, സൃഷ്ടിയുടെ പിതാവായിരിക്കുന്ന ബ്രഹ്മപ്രജാപതി ചെയ്ത ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില ലീലകൾ കണ്ടിട്ട് അതിൽ അഹിതം തോന്നിയ രീതിയിൽ മനസ്സിലൊരു ഭാവം ഉണ്ടായുള്ളൂ. അപ്പം നമ്മൾ നിത്യജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ കേൾക്കുന്നു, മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നു, അപ്പോൾ ഈ സംഘദോഷവും സമ്പർക്കദോഷവും ഉണ്ടായാൽ അതൊക്കെ കർമ്മബന്ധനമായി തീരും. അത് അനുസരിച്ചുകൊണ്ട്, ആ കർമ്മബന്ധനങ്ങൾക്ക് അനുസരണമായിക്കൊണ്ട് അതിൽ നിന്ന് മുക്തി നേടാനുള്ള അവസരമാണ് വീണ്ടും ജന്മം കിട്ടുക എന്ന് പറയുന്നത്. വീണ്ടും ജന്മം കിട്ടുമ്പം ഇതേ ബന്ധനങ്ങളെ അഴിക്കാൻ ശ്രമിക്കും, പുതിയ ബന്ധനങ്ങളായിട്ട് ഉണ്ടാക്കും നമ്മൾ. അപ്പോൾ ഈ ചുറ്റിത്തിരിയാൻ ഇടവരുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഇവിടെ മഹർഷിമാരോട് ശൗനക മഹർഷി പറയുകയാണ്, അല്ലയോ മഹർഷിമാരെ, ഭഗവാൻ കൃഷ്ണൻ്റെ അതീന്ദ്രിയ ലീലകളെല്ലാം സനാതനമാണ്. ഭഗവാൻ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിയാൽ എല്ലാം സനാതനമാണ് താനും. അതായത് ധർമ്മത്തിന് ക്ഷതം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതാരം തന്നെ എടുത്തിരിക്കുന്നത്. എപ്പോഴാണോ ക്ഷതം ഉണ്ടാകാതെ ലിമിറ്റ് കൂടുതൽ കടന്നത് അതിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ എപ്പോഴും അവതാരം എടുത്തിട്ടുണ്ടെങ്കിലും എടുത്തിട്ടുള്ളൂ. അപ്പം ആ ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനമാണ് സനാതനം എന്ന് പറയുന്നത്. അതിൻ്റെ നിലനിൽപ്പാണ് ലോകത്തിൻ്റെ നിലനിൽപ്പ്. അപ്പോൾ അതിന് കോട്ടമുണ്ടാകുമ്പോൾ ഭഗവാൻ അതീന്ദ്രിയമായ ജ്ഞാനത്തോടു കൂടിയാണ് വന്നിട്ട് പല ലീലകളും കാണിച്ചിട്ട് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക. അപ്പോൾ അവയൊന്നും കേവല ചരിത്ര സംഭവങ്ങൾ ആകുന്ന ഒരു പ്രതിപാദ്യ വിഷയമേ അല്ല. ഇത്തരം ലീലാവിലാസങ്ങളെക്കുറിച്ച് കേൾക്കുന്ന ഏതൊരാളും ഐഹിക ജീവിതത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന് തൽക്ഷണം മുക്തനായി തീരും. ഭക്തന്മാർക്ക് ഈ കഥകൾ ശ്രോതാമൃതമാണ്. അപ്പം ഈ കഥകൾ പല പ്രാവശ്യം കേട്ട് ഇതിലെ നല്ലതായിട്ടുള്ള സന്ദേശങ്ങളെ നമ്മൾ അവബോധ തലത്തിൽ വിചാരം ചെയ്ത് ആത്മവിചാരം ചെയ്ത് കൃഷ്ണ അവബോധത്തിലേക്ക് എത്തണം. അതിനുതകുന്നതാണ് ഈ കഥാമൃതങ്ങൾ. അപ്പം ഇത്തരത്തിലുള്ള ഭഗവാന്റെ ലീലകൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാനുള്ള യോഗം ഉണ്ടാകണമെങ്കിൽ തന്നെ മനസ്സിൻ്റെ ശുദ്ധത വരുന്നതനുസരിച്ച് വേണ്ട. മനസ്സിലെ ശുദ്ധ വന്നാൽ തന്നെ അതീന്ദ്രിയമായിട്ടുള്ള ഭഗവാന്റെ ലീലകളെ എല്ലാം ഒന്നും ചിലപ്പോൾ അതിൻ്റെ രഹസ്യമൊന്നും മനസ്സിലാവില്ല. പക്ഷേ കുറേ കാലങ്ങൾക്ക് ശേഷം അതൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഈ ഐഹികമായ ജീവിതത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കുകയും അതിലെ മാലിന്യങ്ങളെയൊക്കെ വിവേചനം ചെയ്ത് തൽക്ഷണ മുക്തിയിലേക്ക് എത്താനായി തീരുന്ന ഒരു സ്ഥിതിയിലേക്ക് കാലക്രമത്തിൽ അനേക ജന്മങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പം എത്തിച്ചേരുക. അതിനുള്ള ഏറ്റവും ആദ്യത്തെ പടിയാണ് ഈ കഥകളൊക്കെ കേൾക്കുക എന്ന് പറയും. പല പ്രാവശ്യം കേട്ട്, സാധാരണഗതിയിൽ നമ്മളൊരു നോവൽ വായിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന പോലെയോ ഒക്കെ കഥ മനസ്സിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഒരു കഥാരൂപത്തിൽ കേട്ടാലും പല പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ രഹസ്യം തന്നെ പുറത്തേക്ക് ദർശനമാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങും. എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ള വിചാരമൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അതിൻ്റെ രഹസ്യത്തിലേക്ക് നമ്മൾ തന്നെ ഇറങ്ങിച്ചത്. അങ്ങനെയാണ് മുക്തഭാവത്തിലേക്ക് എത്തുക. അപ്പം വ്യാസദേവന്റെ സമുന്നതനായിരിക്കുന്ന പുത്രനായിരിക്കുന്ന സുഖദേവൻ ആണ് ഈ കഥകൾ വിവരിക്കുന്നത്. ഇവ കേൾക്കുന്നവരും മറ്റുള്ളവർക്ക് കേൾക്കാനായിട്ട് ഇവ പറയുന്നവരും കൃഷ്ണ അവബോധമുള്ളവരായി തീരണം. കൃഷ്ണ അവബോധമുള്ളവർ വേണം ഈ കഥ കേൾപ്പിക്കാനും എന്നുകൂടി ഇവിടെ പ്രതിപാദ്യ വിഷയമാണ്. ശരിക്കും ഇതിൻ്റെ കർമ്മത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിയിട്ട് വേണം മറ്റുള്ളവർക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കാനും സാധിക്കും. അപ്പോൾ കൃഷ്ണ അവബോധമുള്ളവർക്ക് മാത്രമേ സ്വഗ്രഹത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് എത്താനുള്ള ആ ശ്രേഷ്ഠമായ പ്രാപ്യസ്ഥാനത്തേക്ക് പരമതം പ്രാപിക്കാൻ മടങ്ങിപ്പോകാൻ യോഗ്യത ഉള്ളതായി തീരൂ എന്നർത്ഥം. ഇപ്പോൾ ദേവകിയുടെ പുത്രന്മാരുടെ ഗതിയെ പറഞ്ഞു. ഇപ്പോൾ ദേവകിയുടെ പുത്രന്മാരുടെ കഥ തന്നെ മനസ്സിലാക്കിയല്ലോ. നമ്മൾ 3
ജന്മങ്ങൾ ദേവഗണത്തിൽപ്പെട്ട് ജന്മം കിട്ടി ദേവഗണത്തിൽപ്പെട്ട ആളാണെങ്കിൽ പോലും ബ്രഹ്മപ്രജാപതിയുടെ ഒരു പ്രവൃത്തി കണ്ടിട്ട് അതിലെ മനസ്സിലെ മാലിന്യങ്ങളാണ് അവർക്ക് അനന്തരഗതിയിലേക്ക് ആസുരി ജന്മത്തിലേക്ക് ഹിരണ്യശൂപിൻ്റെ മക്കളായിട്ട് ജനിക്കേണ്ടി വന്നു. പിന്നെ അവിടുന്ന് സുതലത്തിലേക്ക് മഹാബലിയുടെ നേതൃത്വത്തിൽ ഭഗവാൻ തന്നെ അവരെ സുതലത്തിലേക്ക് എത്തിച്ചു. പക്ഷെ എന്നാലും ജന്മം പൂർണ്ണമായില്ല. വീണ്ടും ദേവകിയുടെയും വസുദേവരുടെയും പുത്രന്മാരായിട്ട് ജനിച്ചു. അവിടെ കംസന്റെ നിഷ്കരണമുള്ള ഹത്യ കാരണമായിക്കൊണ്ട് അവർക്ക് ആ ജന്മവും നഷ്ടമായി. പിന്നെ ഭഗവാൻ തന്നെ വേണ്ടി വന്നു അവരെ സുതലത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു. ആ അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹത്തോടുകൂടി അവര് സ്വപ്രാപ്യസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ സ്വധാമത്തിലേക്ക് സ്വഗ്രഹത്തിലേക്ക് എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് എത്തിച്ചേർന്നു എന്ന കഥ ഇതൊരു ഉദാഹരണം മാത്രമാണ്. നമ്മളും എത്രയെത്ര ജന്മബന്ധങ്ങളിൽ പെട്ടിട്ടാണ് ഇങ്ങനെ ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള വികാര വിചാരങ്ങൾ നമ്മുടെ മനസ്സിൽ തോന്നലുകൾ പോലും നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ ഇതൊക്കെ കർമ്മബന്ധനം ഉണ്ടാക്കും. അതനുസരിച്ചുകൊണ്ടായിരിക്കും അനന്തരഗതി ഉണ്ടാവുക. അപ്പോൾ കൃഷ്ണ അവബോധം കേട്ട് അതിൽ ഉറച്ചിട്ട് അത് തന്നെ കേൾക്കാൻ തന്നെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ തന്നെ പാപരാഹിത്യം വരുന്നതനുസരിച്ച് അങ്ങനെയുള്ളവർക്കാണ് ആ കൃഷ്ണ അവബോധത്തിലേക്ക് എത്താൻ സാധിക്കുക. കൃഷ്ണ അവബോധത്തിൽ നിന്നുകൊണ്ട് നിൽക്കുന്നവർക്ക് മാത്രമേ ഈ മനോമാലിന്യങ്ങളെ വരെ ഇല്ലാതെയാക്കാൻ സാധിക്കൂ. എങ്ങനെ പരമശുദ്ധമായി ഭവിക്കുന്നോ ഭഗവാന്റെ അതേ തത്തുല്യ ഭാവത്തിലേക്ക് എത്തുമ്പോഴേ അതിനോട് ചേരാൻ സാധിക്കുകയുള്ളൂ. അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് സാധിക്കട്ടെ. ഇപ്രകാരം കൃഷ്ണൻ എന്ന കഥയിലെ വസുദേവർക്ക് ആധ്യാത്മിക ഉപദേശം കൊടുക്കുന്നതും ദേവകിക്ക് നഷ്ടപ്പെട്ട പുത്രന്മാരുടെ പുനർലപ്തി എന്ന ഭാഗവും 84-ാം അധ്യായത്തോടെ ഭഗവാന്റെ തൃപ്പാദങ്ങളെ സമർപ്പിക്കുന്നു. ഇനി അടുത്ത അധ്യായം എന്ന് പറയുന്ന 85-ാമത്തെ അധ്യായത്തില് സുമുദ്ര ഹരണവും ഭഗവാന്റെ ശ്രുതദേവ സന്ദർശനവുമാണ്. ഈ സംഭവം കേട്ടതിനെ തുടർന്ന്, അതായത് കൃഷ്ണലീലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അനേക ജന്മങ്ങളിലൂടെ തന്നെ തൻ്റെ മനഃശുദ്ധി കൈവരുത്തിയിട്ട് ദേവകിയുടെ തന്നെ പുത്രന്മാരായിട്ട് ജനിച്ചിട്ടുള്ള ആ 6 പേർക്കും സ്വർഗപ്രാപ്തിയിലേക്ക് ഭഗവാൻ എത്തിച്ചു. ഈ സംഭവം അതായത് ദേവകിക്ക് കാണണം എന്ന് പറഞ്ഞതാണ് അതിനൊരു കാരണമായി ഭവിച്ചത്. അച്ഛൻ്റെയും അമ്മയുടെയും മുമ്പിൽ വെച്ചിട്ട് ഇവർക്ക് ഒന്ന് ലാളിക്കാനോ ഒന്നും ഒരു നിമിഷം പോലും ആ കുട്ടിയെ എടുത്ത് ലാളിക്കാനോ ഒന്നും സാധിച്ചില്ല. അതുകൊണ്ട് കംസൻ അവരെ കൊല്ലുകയുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഇവരെയൊക്കെ നേരിട്ടൊന്ന് കാണണമെന്ന ആഗ്രഹം ഭഗവാനോട് പറഞ്ഞപ്പോൾ ഭഗവാൻ അത് സാധിപ്പിച്ചു കൊടുത്തു. പക്ഷേ വീണ്ടും അവരെ ജീവിപ്പിച്ച് ഇവരോടൊപ്പം നിർത്താനല്ല ഭഗവാൻ തുനിഞ്ഞത്. കാരണം ഇവർക്ക് സ്വർഗപ്രാപ്തിയിലേക്ക് അല്ലെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തേണ്ട സമയമായി. ഇവരെ ഒരു പ്രാവശ്യം കാണിച്ചിട്ട് അവരെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഈ സംഭവം കേട്ടതിനെ തുടർന്ന് കൃഷ്ണനെയും അദ്ദേഹത്തിൻ്റെ ലീലകളെയും കുറിച്ച് കൂടുതൽ കേൾക്കാൻ പരീക്ഷത്ത് രാജാവ് കൂടുതൽ തൽപരനായി. തൻ്റെ പിതാമഹനായിരിക്കുന്ന അർജുനൻ പിതാമഹിയായ സുഭദ്രയെ കൃഷ്ണന്റെ പ്രേരണയനുസരിച്ചാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം സുഖദേവ ഗോസ്വാമിയോട് അല്ലെങ്കിൽ സുഖദേവ മഹർഷിയോട് പരീക്ഷത്ത് ചോദിച്ചു, പിതാവിൻ്റെ തട്ടിക്കൊണ്ടുപോകലിൻ്റെയും പിതാമഹിയുടെയും അതായത് സുഭദ്രാമയുടെയും വിവാഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പരീക്ഷത്ത് രാജാവ് അത്യന്തം ഉത്സുകനായിരുന്നു. അതുകൊണ്ട് സുഖദേവൻ കഥ പറയാൻ തുടങ്ങി. ഒരിക്കൽ അങ്ങയുടെ പിതാമഹനും അതായത് അർജുനും മഹാവീരനായിരിക്കുന്ന അർജുനൻ വീരനുമായിരുന്ന അർജുനൻ തീർത്ഥാടനത്തിനായിക്കൊണ്ട് എമ്പാടും സഞ്ചരിക്കുന്നതിനിടയിൽ പ്രഭാർസ ക്ഷേത്രത്തിന് അടുത്ത ആയിട്ട് അഥവാ അവിടെ വെച്ച് അർജുനന്റെ മാതുലനായിരിക്കുന്ന വസുദേവരുടെ പുത്രി സുഭദ്രയ്ക്ക് ഭഗവാൻ ബലരാമൻ മുൻനിന്ന് ചില ആലോചനകൾ നടത്തുന്നതായിട്ട് അർജുനൻ കേട്ടു. അതായത് കൃഷ്ണന്റെയും ബലരാമന്റെയും സഹോദരിയാണ് സുഭദ്ര. അതുകൊണ്ട് ബലരാമന്റെ നേതൃത്വത്തിൽ സുഭദ്രയ്ക്ക് വിവാഹാലോചനകൾ നടക്കുന്നതായിട്ട് അർജുനൻ തീർത്ഥാടനത്തിനിടയിൽ കേട്ടു. അതും പ്രഭാസ ക്ഷേത്രത്തിനടുത്തായിട്ട് വസിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വാർത്ത കേട്ടത്. അതുകൊണ്ട് അവളുടെ പിതാവായിരിക്കുന്ന വസുദേവർക്കും സഹോദരനായിരിക്കുന്ന കൃഷ്ണനും അത്ര സമ്മതമല്ലായിരുന്നിട്ടും സുഭദ്രയെ ദുര്യോധനന് വിവാഹം കഴിച്ചു കൊടുക്കാൻ ബലരാമൻ ഒരു ശ്രമം നടത്തി.
അനുകൂല ബലരാമൻ്റെ ഏറ്റവും ശിഷ്യനായിരുന്ന ദുര്യോധനോട് വലിയൊരു അനുകമ്പയും ഒരു ശിഷ്യനെന്ന ഭാവവും, ഇത് മാത്രമല്ല ആ സ്നേഹബലം കൊണ്ടായിരിക്കാം ചിലപ്പം ബലരാമൻ തൻ്റെ സഹോദരി അയക്കുന്ന സുഭദ്രയെ ദുര്യോധനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. സുഭദ്രയെ പാണിഗ്രഹണം ചെയ്യാൻ അർജുനന് ആഗ്രഹമുണ്ടായിരുന്നു. സുഭദ്രയെക്കുറിച്ച്, അവളുടെ സൗന്ദര്യത്തെക്കുറിച്ചും ചിന്തിച്ചപ്പോൾ അവളെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ അർജുനൻ കൂടുതൽ ആകർഷനായി. അതിനാൽ ചില പദ്ധതികളെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് അദ്ദേഹം കയ്യിൽ ത്രിദണ്ഡം വഹിക്കുന്ന ഒരു വൈഷ്ണവ സന്യാസിയുടെ വേഷം ധരിച്ചു. മായാവാദി സന്യാസികൾ ഒരു ദണ്ഡം, അതായത് വടി മാത്രമേ കൊണ്ടു നടക്കാറുള്ളൂ. അതേസമയം വൈഷ്ണവ സന്യാസിമാർ 3 ദണ്ഡുകളാണ് കൊണ്ടു നടക്കുന്നത്. ഈ 3 ദണ്ഡുകൾ അഥവാ ത്രിദണ്ഡം മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും പരമപുരുഷനെ സേവിക്കാനുള്ള വൈഷ്ണവ സന്യാസിയുടെ വ്രതത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ത്രിദണ്ഡ സന്യാസ സമ്പ്രദായം വളരെ കാലം നിലനിന്നു. ത്രിദണ്ഡി സ്വാമിമാർ, ത്രിദണ്ഡി ഗോസ്വാമികൾ എന്നൊക്കെയാണ് വൈഷ്ണവ സന്യാസിമാർ അവരെ അറിയപ്പെട്ടിരുന്നത്. ധർമ്മോപദേശം നടത്താൻ നാടെങ്ങും സഞ്ചരിക്കാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളവരാണ് ഈ സന്യാസിമാർ. എന്നാൽ ഇന്ത്യയിലെ വർഷകാലമായ ആഷാഢമാസത്തിലെ ശുക്ലദശമി മുതൽ കാർത്തിക മാസത്തിലെ പൗർണമി വരെയുള്ള, അതായത് സെപ്റ്റംബർ ഡിസംബർ കാലയളവിൽ 4 മാസക്കാലം അവർ യാത്ര ചെയ്യാറില്ല. അവർ ഏതെങ്കിലും കേന്ദ്രത്തിൽ അഭയം തേടി ചാതുർമാസ്യ വ്രതം അനുഷ്ഠിക്കുക പതിവായിരുന്നു. സന്യാസിയുടെ ഈ യാത്ര ഇല്ലാത്ത കാലയളവിന് ചാതുർമാസ്യ വ്രതം എന്നാണ് പറഞ്ഞു വരുന്നത്. ഇന്നും ഈ സമ്പ്രദായം നടക്കുന്നുണ്ട്. തദ്ദേശവാസികൾ ആധ്യാത്മിക പുരോഗതി നേടാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പ്രയോജനപ്പെടുത്താറുണ്ട്. ത്രിദണ്ഡി സന്യാസിയുടെ വേഷം ധരിച്ചിരുന്ന അർജുനൻ സുഭദ്രയെ വേൾക്കാൻ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ട് 4 മാസക്കാലം ദ്വാരകയിൽ പാർത്തു. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.